വെൽക്കം ടു വിഷ്ണു ഈസി PSC ഓൺലൈൻ ക്ലാസ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് കേരള PSCയുടെ ഭരണഘടന എന്ന് പറയുന്ന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അടിയന്തരാവസ്ഥ എന്ന ടോപ്പിക്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൃത്യമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ പറയുന്ന ഞങ്ങളുടെ ചാനൽ നൽകുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അടിയന്തരാവസ്ഥ. ഇപ്പൊ കേരള PSCയുടെ ചോദ്യങ്ങൾ എടുത്ത് പ്രീവിയസ് ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തന്നെയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന മേഖലയെ കുറിച്ചാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്ത രാജ്യമാണ് എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്ത രാജ്യമാണ് എന്ന് പറയുന്നത് ജർമ്മനി എന്ന രാജ്യത്ത് നിന്നാണ് ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം കടമായി എടുക്കുന്നത്. ഇനി PSC വീണ്ടും ഒന്നുകൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യ ഏത് ആക്ട്, ഏത് നിയമത്തിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത്? രണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്ത രാജ്യം തന്നെയാണ്, അത് ജർമ്മനി എന്ന രാജ്യമാകുമ്പോൾ ഇന്ത്യ ഏത് ആക്ടിൽ നിന്നാണ്, ഏത് നിയമത്തിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത്? ഒരിക്കലും മറക്കല്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. മറക്കാതിരിക്കുക. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്ത രാജ്യമാണെങ്കിൽ അത് ജർമ്മനിയാണ്. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് ഏത് ആക്ടിൽ നിന്നാണ്, ഏത് നിയമത്തിൽ നിന്നാണെന്ന് ചോദിച്ചു. ഉത്തരം എന്താണ്? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഈ പറയുന്ന അടിയന്തരാവസ്ഥ എന്ന ആശയം കടമായി എടുത്ത രാജ്യമാണെങ്കിൽ ഉത്തരം എന്താണ്? അത് ജർമ്മനിയാണെന്ന് ഒരിക്കലും മറക്കല്ല്. ഇനി അടിയന്തരാവസ്ഥ എന്ന ആശയം കടമായി എടുത്ത ആക്ട് ഏത് നിയമത്തിൽ നിന്നാണ് നമ്മൾ സംശയിച്ചത്? ഉത്തരം എന്താണ്? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്നുള്ള കാര്യം മറക്കല്ല്. ഇനി PSC പ്രീവിയസ് ആയ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഈ പറയുന്ന നമ്മുടെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം അല്ലെങ്കിൽ പാർട്ട് ഏതാണ്? ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഒരിക്കലും മറക്കല്ല്. ഭരണഘടന 18ാം ഭാഗത്തിലാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണേത്? അത് 18ാം ഭാഗമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. 3 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമായി എടുത്ത രാജ്യം ജർമ്മനി ആയിട്ട് മാറുന്നു. ഏത് ആക്ടിൽ നിന്ന് നമ്മൾ കടമെടുത്തപ്പെട്ടിരിക്കുന്നു? അത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇനി ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഒരിക്കലും മറക്കല്, പാർട്ട് 18, പാർട്ട് 18ലാണ് അല്ലെങ്കിൽ ഭാഗം 18ലാണ് ഭരണഘടന ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണേത്? ഭാഗം 18 ആണെന്ന് ഓർക്കല്, മറക്കാതിരിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നത്, ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ പ്രതിപാദിക്കുന്നതിനെ കുറിച്ചാണ്? ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചാണ്. മറക്കല്ല്, ഭരണഘടനയ്ക്കകത്ത് ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 352 തുടങ്ങി 352 മുതൽ 360 വരെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്തായിട്ട് മാറിയാണ്? അത് അടിയന്തരാവസ്ഥയാണെന്നുള്ള കാര്യം മറക്കല്ല്. ഏത് ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്? പാർട്ട് 18ലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണെങ്കിൽ അത് പാർട്ട് 18 ആണെന്നുള്ള കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്? അത് രാഷ്ട്രപതിക്ക് മാത്രമാണ്. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഏക അധികാരമുള്ള വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? അത് ഇന്ത്യൻ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യയിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ ഏക അധികാരമുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയില്ല. ഈ പറയുന്ന ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം നൽകിയ ഭരണഘടനാ അമെൻമെന്റ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 1976 42ാം ഭേദഗതിയാണ്. ഒന്നുകൂടെ നോക്കിക്കേ, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അനുവാദം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക് മാത്രമേ അനുവാദമുള്ളൂ. ഈ രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം നിക്ഷിപ്തമായി പ്രഖ്യാപിച്ച് നൽകിയ ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് ഇത് 1976 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി കൂടിയാണ് ഇത് 1976 42ാം ഭേദഗതി. പറഞ്ഞു മനസ്സിലായോ? അതായത് ഇന്ത്യയിൽ ഈ നമ്മുടെ രാജ്യത്ത് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാൻ അനുമതി ആർക്ക് മാത്രമേ ഉള്ളൂ? അത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണുള്ളത്. അങ്ങനെ രാഷ്ട്രപതിക്ക് ഈ അധികാരം നിക്ഷിപ്തമായി നൽകുന്ന ഈ പറയുന്ന ഭരണഘടനാ അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് എന്ന് പറയുന്നത് 1976 42ാം ഭേദഗതിയിലാണ്
കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അതുപോലെ എന്താണ് ഈ പറയുന്ന 42ാം ഭേദഗതി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്താണ് ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൂടിയാണ് ഇത് 42ാം ഭേദഗതി ഓർക്കുക. ഈ 42ാം ഭേദഗതി കൊണ്ടുവരുവാൻ വേണ്ടി അന്വേഷിച്ച പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി 42ാം ഭേദഗതിക്ക് വേണ്ടി പഠനം പൂർത്തീകരിച്ച കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ഏത് അനുച്ഛേദം ഏത് അമെന്റ്മെന്റുമായി ബന്ധപ്പെടുന്നതാണെന്ന് വെച്ചാൽ ഉത്തരം എന്താണ്? അത് 42ാം ഭേദഗതിയുമായി ബന്ധപ്പെടുന്ന ഒരു പഠന കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ശുപാർശ കമ്മിറ്റിയാണ് എന്ന് പറയുന്നത് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നുള്ള കാര്യം കൂടി എപ്പോഴും ഓർക്കുന്നത് ബെറ്റർ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യം ഓർഡർ ആയിപ്പെട്ടിരിക്കുന്നു. ഇനി പ്രധാനമായിട്ടും ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ, പ്രധാനമായിട്ടും 3 തരം അടിയന്തരാവസ്ഥയാണുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥയാണ്, 2 സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്, 3 എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. അപ്പം പ്രധാനമായിട്ടും ഇന്ത്യയിൽ എത്ര അടിയന്തരാവസ്ഥയുണ്ട്? 3 അടിയന്തരാവസ്ഥയേ ഉള്ളൂ. ഒന്നാമത്തെ അടിയന്തരാവസ്ഥ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. 2 സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. 3 സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇനി 3നെയും പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ കൂടി നമുക്ക് പഠിക്കണം, അനുച്ഛേദം കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 352. ഒരിക്കലും മറക്കല്ല്. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കപ്പെടുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 352 ആണെന്നുള്ള കാര്യം മറക്കല്ല്. ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണെങ്കിലോ അത് ആർട്ടിക്കിൾ 356 ആണ്. അപ്പം ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ 352, ഇനി സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിലോ 356, ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിലോ 360. എല്ലാം 4 വെച്ച് കൂടി പോകും. 352 + 4 360, 352 + 4 356, 356 + 4 360. നോക്കിക്കേ, ദേശീയ അടിയന്തരാവസ്ഥയാണെങ്കിൽ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥയാണെങ്കിലോ ആർട്ടിക്കിൾ 356, ഇനി സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെങ്കിലോ ആർട്ടിക്കിൾ 360 പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും പാർലമെന്റ് എന്ത് ചെയ്യണം? 1 മാസത്തിനകം ഈ അടിയന്തരാവസ്ഥയ്ക്ക് എന്ത് നൽകണം? അംഗീകാരം നൽകിയിരിക്കണം. എന്താണ് രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ഉറപ്പായിട്ടും 1 മാസത്തിനകം എന്ത് ചെയ്യണം? പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കണം. എന്നാൽ ഇത് ആദ്യകാലങ്ങളിൽ 2 മാസമായിരുന്നു അംഗീകാരത്തിന്റെ കാലാവധി. എന്നാൽ 1978 74ാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ഈ പറയുന്ന 2 മാസം എന്നുള്ള എന്താക്കി മാറ്റി? 1 മാസം എന്ന പരിഗണനയിലേക്ക് മാറ്റി. പറഞ്ഞു മനസ്സിലായോ? അതായത് രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോൾ പാർലമെന്റ് 1 മാസത്തിനകം എന്ത് ചെയ്യണം? ഇതിന് അംഗീകാരം നൽകിയിരിക്കണം. ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് അംഗീകാരം നൽകണം. അപ്പൊ 1 മാസമാണ് പാർലമെന്റിന്റെ അംഗീകാര കാലാവധി. എന്നാൽ എന്താണ് ആദ്യ കാലയളവിൽ ഇത് 2 മാസമായിരുന്നു. 1978 74ാമത്തെ ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു? ഈ പറയുന്ന 2 മാസം എന്നുള്ളത് എത്ര ആയിട്ട് മാറ്റി? 1 മാസം. പാർലമെന്റ് അംഗീകാര സമയത്താണ് അത് 1 മാസമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കല്. പ്രധാനമായിട്ട് ഓർക്കുക, പാർലമെന്റിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ അംഗീകരിക്കുന്ന ഭൂരിപക്ഷ സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് പ്രത്യേക ഭൂരിപക്ഷ സംവിധാനമാണ്. പ്രത്യേക ഭൂരിപക്ഷ സംവിധാനത്തിലൂടെയാണ് ഈ പറയുന്ന പാർലമെന്റിൽ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയുടെ ഈ പറയുന്ന അടിയന്തരാവസ്ഥയ്ക്ക് അംഗീകാരം നൽകുന്ന ഭൂരിപക്ഷത്തെ അറിയപ്പെടുന്നത് എന്താണ്? അതാണ് പ്രത്യേക ഭൂരിപക്ഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉറപ്പായിട്ട് ഓർത്തിരിക്കുക, ആദ്യകാലങ്ങളിൽ ഈ രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് 2 മാസമാണ് പാർലമെന്റിന്റെ അംഗീകാരം പ്രഖ്യാപിക്കുന്ന സമയം ഓർത്തിരിക്കില്ലേ. ഇനി ഏറ്റവും റീസണായി ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ പറയുന്ന നമുക്ക് ഒരിക്കലും ദേശീയ അടിയന്തരാവസ്ഥ കൃത്യമായി ഡ്യൂറേഷൻ പ്രഖ്യാപിക്കാൻ പറ്റില്ലേ. ഈ പറയുന്ന 6 മാസം കൂടുമ്പോൾ ഈ ദേശീയ അടിയന്തരാവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതുക്കാൻ പറ്റും. അതായത് എന്താണ്? ഇപ്പം ഇന്ന് പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് 6 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും പാർലമെന്റ് കൂടി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് എന്താണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. 6 മാസമാണ് കാലാവധി. 6 മാസം കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? എത്ര നാൾക്ക് വേണമെങ്കിലും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇനി ഓരോ അടിയന്തരാവസ്ഥ. പ്രധാനമായിട്ടും 3 ഉണ്ടല്ലോ: ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, അതുപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ. നമുക്ക് 3ന്റെയും പ്രാധാന്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കിയേ, ദേശീയ അടിയന്തരാവസ്ഥ നമുക്കറിയാം ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 352 അല്ലേ. അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരായിരിക്കും? രാഷ്ട്രപതിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, രാഷ്ട്രപതി പാർലമെന്റിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പാർലമെന്റ് 1 മാസത്തിൽ അംഗീകാരം കൊടുക്കണം. അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കൂടുമ്പോൾ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാം. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രധാനമായിട്ടും 3 കാരണമുള്ളത്. ഒന്നുകിൽ യുദ്ധം ഉണ്ടാവണം, അല്ലെങ്കിൽ വിദേശ ആക്രമണം വരണം, അല്ലെങ്കിൽ എന്താണ് സായുധ കലാപം. ഇത് 3മാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ യുദ്ധം വരണം, അല്ലെങ്കിൽ വിദേശ ആക്രമണം, അല്ലെങ്കിൽ സായുധപരമായ കലാപങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ.
ഇനി നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയിൽ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ, 3 തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് 1 1962-ലും, 2 1971-ലും, 3 1975-ലുമാണ്. അപ്പം ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 3 തവണയാണ് പ്രധാനമായിട്ടും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1 1962, 2 1971, 3 1975. 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ചത്. നമുക്ക് അതൊന്ന് എടുത്തു പഠിക്കാം അല്ലേ. നോക്കിയേ, ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് 1962 ഒക്ടോബർ മാസം 26-നാണ് ആദ്യമായി ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് 1962 ഒക്ടോബർ മാസം 26-നാണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അത് പ്രഖ്യാപിക്കപ്പെട്ടതെന്നാണ്, അത് 1962 ഒക്ടോബർ മാസം 26 കാര്യം ഓർക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഈ പറയുന്ന ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ എന്താണ്? 2 കാര്യങ്ങൾ മറക്കല്ല്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് 1962 ഒക്ടോബർ മാസം 26 നോക്കുക. അത് പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അന്നത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആരെന്ന് പറയുന്നത്? ജവഹർലാൽ നെഹ്റു. അന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? VK കൃഷ്ണമേനോൻ. അപ്പൊ ഇന്ത്യക്ക് ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? VK കൃഷ്ണമേനോൻ ആണെന്നുള്ള കാര്യം മറക്കുക. രാഷ്ട്രപതിയാണെങ്കിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രിയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു, അതുപോലെ എന്താണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണെങ്കിൽ ആരായിട്ട് മാറുന്നുണ്ട്? VK കൃഷ്ണമേനോനായിട്ട് അത് മാറുന്നുണ്ട്. ഇനി പ്രധാനമായിട്ടും ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാരണം ചോദിച്ചാൽ അത് എളുപ്പമാണ്. ഇന്ത്യ ചൈന വാറാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധമാണ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? അത് ഇന്ത്യ ചൈന വാറാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി ഈ പറയുന്ന ആദ്യമായി 1962 ഒക്ടോബർ മാസം 26 പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച വർഷമാണെങ്കിൽ അത് 1968 ജാനുവരി മാസം 10 ആണ്. അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ്, അത് 1962 ഒക്ടോബർ മാസം 26. ആര് പ്രഖ്യാപിച്ചു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടതെന്നാണ്, അത് 1968 ജാനുവരി 10 ആണ്. അത് പിൻവലിച്ച ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. അത് പിൻവലിച്ച സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഓർമ്മ കിട്ടിയില്ലേ? ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമാണ് ഏത്? 1971 ഡിസംബർ മാസം 3 ആണ്. ഈ പറയുന്ന രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ്, അത് 1971 ഡിസംബർ മാസം 3 ആണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? VV ഗിരിയാണ്. അപ്പം അന്ന് ഈ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? അത് VV ഗിരിയാണ്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച കരുത്തുറ്റ ഇന്ത്യയുടെ വനിതയാണ്, ഇന്ത്യയുടെ ഉരുക്ക വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണ്. മറക്കല്ല്. ഇന്ത്യയുടെ രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ്, അത് 1971 ഡിസംബർ മാസം 3 ആണെന്ന് മറക്കല്ല്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയായിട്ട് മാറുന്നു ആര്? VV ഗിരിയാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ച വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധിയാണ്. ഇതിന് പ്രധാനമായിട്ട് അന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആര്? ജഗ്ജീവൻ റാം ആണ്. അന്ന് ഇന്ത്യയുടെ രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ജഗ്ജീവൻ റാം ആണ്. ഇതിന്റെ ഈ രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ത്യ പാക് വാർ ആണ്. രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇന്ത്യ പാക് വാർ ആണ്. അപ്പൊ രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് 1971 ഡിസംബർ മാസം 3 ആണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ആര്? VV ഗിരി ആയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലോ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണെങ്കിലോ ജഗ്ജീവൻ റാം ആണ്. രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചുകൊണ്ട പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ പാക് വാർ എന്നുള്ള കാര്യം മറക്കല്ലേ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത് ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാതെയാണ് മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ പിൻവലിക്കാതെയാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ
അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം വളരെ കലുഷിതമായിരുന്നു. മൊറാർജി ദേശായിയുടെയൊക്കെ വളരെ വലിയ അതിഭീകരമായി ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെതിരെ വളരെ ശക്തമായ സമരങ്ങൾ ആരംഭിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇതിനെ നമ്മൾ എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ കൂടിയാണ് ഇത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ. അപ്പൊ എന്താണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന വർഷം എന്നാണ് അത് 1975 ജൂൺ മാസം 25 ഇന്ത്യയുടെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നാണ് അത് 1975 ജൂൺ മാസം 25-നാണ്. അപ്പൊ എന്താണ് ഈ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാതെയാണ് എന്ത് പ്രഖ്യാപിക്കുന്നത് മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ്. മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് തന്നെയാണ് അത് ഇന്ദിരാഗാന്ധിയാണ്. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ആര് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. മൂന്നാമത് ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച വ്യക്തിയാണ് ആര് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഒരിക്കലും മറക്കല് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇന്ത്യക്ക് അകത്തുള്ള ഇന്ദിരാഗാന്ധി ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ സമരത്തിന്റെയും പ്രക്ഷോഭങ്ങളെയും സായുധ കലാപത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ PSC ട്രാപ്പിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഇത് മൂന്നും കാണും. ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന പദം കണ്ടാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക മൂന്നാമത്തെ അടിയന്തരാവസ്ഥ 1975 ജൂൺ മാസം 25 അടിയന്തരാവസ്ഥ തന്നെ രേഖപ്പെടുത്തുക. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥയാണ് അത് 1962 അടിയന്തരാവസ്ഥ. പറഞ്ഞു മനസ്സിലായോ? അതായത് 3 അടിയന്തരാവസ്ഥയുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് എടുത്തു ചോദിച്ച ഉത്തരം തന്നെയാണ് 1962 ഒക്ടോബർ മാസം 26. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥയാണെങ്കിലോ അത് 1975 ജൂൺ മാസം 25. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, പ്രസിഡന്റ് ആരാണ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. മറക്കുന്ന കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചതാണെങ്കിലോ അത് 1977 മാർച്ച് മാസം 21-നാണ്. ഇത് വളരെ എടുത്തു പഠിക്കേണ്ട 2 ഡേറ്റുകളാണ്. മൂന്നാമത്തെ ആഭ്യന്തര അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ മാസം 25-നാണ്. ഓക്കെ അല്ലേ? ഈ പറയുന്ന രണ്ടാമത്തെയും മൂന്നാമത്തേത് 2 അവസാനിക്കാതെയാണ് എന്ത് ആരംഭിക്കുന്നത് 3 ആരംഭിക്കുന്നത്. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടെന്നാണ് അത് 1977 മാർച്ച് മാസം 12-നാണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു കേട്ടോ. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ആര് BD ജെട്ടിയാണ്. അപ്പൊ എന്താണ് ഈ പറയുന്ന മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ BD ജെട്ടിയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമപ്രധാനമായ റാങ്ക് മേക്കിംഗ് ചോദ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എടുത്തു പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടിയന്തരാവസ്ഥ ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ തന്നെയാണ്. മറക്കൽ കാര്യം എന്താണ് രണ്ടാമത്തത് അവസാനിക്കാതെ എന്താ ആരംഭിക്കുന്നത് 3 ആരംഭിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയ അടിയന്തരാവസ്ഥ ഉദാഹരണമാണ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ അടിയന്തരാവസ്ഥയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 356 പ്രതിപാദിക്കുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ഒന്നിൽ രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്നാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന എന്താണ്? ഒന്നുകിൽ രാഷ്ട്രപതി ഭരണം എന്നറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഭരണഘടനാ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ കൂടിയാണ് എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ ആണെങ്കിലോ ആർട്ടിക്കിൾ 356 ബന്ധപ്പെടുന്ന ഭരണഘടന, ഈ പറയുന്ന ആർട്ടിക്കിൾ 356 ഭരണഘടന ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ? ഇപ്പം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട പ്രൊസീജിയർ എന്താണ്? രാഷ്ട്രപതിയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് അല്ലേ? അപ്പൊ എന്താണ് ലോക്സഭയും പാർലമെന്റ് ഇരുസഭകളായ ലോക്സഭയിലും രാജ്യസഭയിലും ഈ പാർലമെന്റ് ഇരുസഭകളായ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഈ ലോക്സഭയും രാജ്യസഭയും 2 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ത് കൊടുക്കണം? അംഗീകാരം നൽകിയിരിക്കണം. നോക്കിക്കേ, ദേശീയ അടിയന്തരാവസ്ഥ എത്ര മാസമാണ്? അത് 1 മാസമാണ്. പാർലമെന്റ് അംഗീകാരം ലഭിക്കേണ്ട മാസം എത്രയാണ്? അത് 1 മാസമാണെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് രാജ്യസഭയും ലോക്സഭ അല്ലെങ്കിൽ പാർലമെന്റ് അംഗീകാരം നൽകേണ്ട ഡ്യൂറേഷൻ എത്രയാണ്? അത് 2 മാസത്തിനകം എന്ത് ചെയ്യണം? അംഗീകാരം നൽകിയിരിക്കണം. നമുക്കറിയാം ദേശീയ അടിയന്തരാവസ്ഥ നമുക്ക് 6 മാസം കൊണ്ട് എത്ര നാൾക്ക് വേണ്ടി നീട്ടിക്കൊണ്ടു പോകത്തില്ലേ? പക്ഷെ എന്താണ് ഒരിക്കലും സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകത്തില്ല. കൃത്യമായൊരു ടൈം പീരീഡ് ഉണ്ട്. എത്രയാണ്? 3 വർഷം. മാക്സിമം 3 വർഷം വരെ നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും? സംസ്ഥാന അടിയന്തരാവസ്ഥ
അടിയന്തരാവസ്ഥ കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? അതായത് ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം കഴിയുമ്പോൾ വീണ്ടും പാർലമെന്റ് കൂടി വീണ്ടും അംഗീകരിച്ച് അങ്ങനെ നമുക്ക് നീട്ടി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എന്താണ്, സംസ്ഥാന അടിയന്തരാവസ്ഥയ്ക്ക് ഈ പറയുന്ന 2 മാസം കൊണ്ട് അംഗീകാരം ലഭിക്കാം. പക്ഷെ എന്താണ്, മാക്സിമം 3 വർഷം വരെ നമുക്ക് എന്ത് നടപ്പിലാക്കാൻ കഴിയത്തുള്ളൂ? ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ രാഷ്ട്രപതി കൈകാര്യം ചെയ്യാൻ കഴിയും. പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ പ്രതിപാദന ആർട്ടിക്കിൾ ആണെങ്കിലും ആർട്ടിക്കിൾ 356 ആണ്. പാർലമെന്റ് ഇരുസഭകളും 2 മാസം കൊണ്ട് അംഗീകാരം കൊടുത്തിരിക്കണം. അങ്ങനെ 2 മാസം കൊണ്ട് അംഗീകാരം കൊടുക്കുന്ന ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ കാലാവധി 3 വർഷമാണ്. 3 വർഷമാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് എന്ന് പറയുന്നത് പഞ്ചാബാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏത്? പഞ്ചാബ്. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറുന്നുണ്ട്? പഞ്ചാബ് മാറുന്നുണ്ട്. എങ്കിൽ നമ്മളെ വീണ്ടും കുഴപ്പിക്കും PSC. ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയെ ഇല്ലാതാക്കി, നിയമസഭയെ അസാധുവാക്കിയ സംസ്ഥാനമാണെങ്കിലോ അത് കേരളമാണ്. പറഞ്ഞു മനസ്സിലായോ? അന്ന് ഈ 51 കാറ്റഗറിയിലൊക്കെ എന്താണ്, അന്ന് സംസ്ഥാനങ്ങളുടെ ഫോർമേഷൻ ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്താണ്, ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിസഭയെ പുറത്താക്കിയ സംസ്ഥാനമാണെങ്കിലോ അത് കേരളമാണ്. നോക്കിയേ, ആദ്യമായിട്ട് ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഏത് മാറി? പഞ്ചാബ് മാറുന്നുണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ സംസ്ഥാന ഗവൺമെന്റിനെ താഴെ ഇറക്കിയ സംസ്ഥാനമാണെങ്കിലും അതേതാണ്? അത് കേരളമാണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? അതൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അത് കേരളവും മണിപ്പൂരും നിങ്ങൾ പഠിച്ചിരിക്കുക. രണ്ടും കൂടെ എന്തായാലും ഓപ്ഷൻ വരാൻ സാധ്യതയില്ല. കേരളം ആൻഡ് മണിപ്പൂർ രണ്ടിടത്തും 6 നാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. അപ്പൊ എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും മണിപ്പൂരുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കേരളവും മണിപ്പൂരുമാണ്. ഇതിനകത്തൊരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ PSC നൽകിയിട്ടുള്ള നിലവില്. അതുപോലെ എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംസ്ഥാനമാണെങ്കിലോ അത് പഞ്ചാബാണ്. കൃത്യമായിട്ട് ഈ കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് പഞ്ചാബിലും ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാന മന്ത്രിസഭയെ താഴെയിറക്കിയ സംസ്ഥാനമാണെങ്കിലോ അത് കേരളം. ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രകാരം ഒരു സംസ്ഥാന മന്ത്രിസഭ പൂർണ്ണമായിട്ട് താഴെ ഇറങ്ങിയ സംസ്ഥാനമാണ് ഇത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കാലം ഈ പറയുന്ന ദേശീയ സംസ്ഥാന അടിയന്തരാവസ്ഥ കീഴിലുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് പഞ്ചാബാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, പ്രധാനമായിട്ടും ഇനി നമുക്ക് അവസാന അടിയന്തരാവസ്ഥയിലേക്ക് എത്തപ്പെടാം. സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഭരണഘടന ആർട്ടിക്കിൾ 360 ബന്ധപ്പെടുന്ന അടിയന്തരാവസ്ഥയാണ് എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ആർട്ടിക്കിൾ 360 പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥയാണ് ഇത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യ ഇതുവരെ നടപ്പിലാക്കാത്ത അടിയന്തരാവസ്ഥ എന്ന പ്രത്യേകത കൂടി എന്തിനുണ്ട്? സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കുണ്ട്. ഇന്ത്യ ഇതുവരെ നടപ്പിലാക്കാത്ത ഏക അടിയന്തരാവസ്ഥയാണ് എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെടുന്നു? ആർട്ടിക്കിൾ 360 ബന്ധപ്പെടുന്ന ഭരണഘടന പ്രതിഭാസമാണ് എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 360 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ നടപ്പിലാക്കുവാനും നമ്മുടെ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ സെയിം പ്രൊസീജിയർ ആണ് നടപ്പിലാക്കുന്നത്. എന്താണ്? ലോക്സഭയും രാജ്യസഭയും പാർലമെന്റ് സഭകളായ ലോക്സഭയും രാജ്യസഭയും 2 മാസം കൊണ്ട് അംഗീകാരം നൽകണം. എത്രയാണ്? 3 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന അടിയന്തരാവസ്ഥ നീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. വേറെ ഒന്നുമില്ല, നമ്മളെ ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്താണോ അതിന്റെ അതേ സെയിം പ്രൊസീജിയർ ആണ്. ലോക്സഭയും രാജ്യസഭ എന്താണ്? 2 മാസം കൊണ്ട് അംഗീകാരം കൊടുക്കുന്നുണ്ട്. എത്ര വർഷം വരെ നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും? 3 വർഷം വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. ഇനി ഇതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ. മറ്റു കാര്യങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതുവരെ ഇന്ത്യ പ്രഖ്യാപിക്കാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഏത് ആർട്ടിക്കിൾ പരാമർശിക്കുന്നുണ്ട്? ആർട്ടിക്കിൾ 360 ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി പ്രധാനമായിട്ടും ഈ പറയുന്ന ആർട്ടിക്കിൾ 358 359 കൂടിയാണ്. നോക്കിക്കേ, ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. അതിനകത്ത് ആർട്ടിക്കിൾ 352 ആണെങ്കിൽ എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥയാണ്. 356 ആണെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ്. 360 ആണെങ്കിലോ നമുക്കറിയാം എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് 2 ആർട്ടിക്കിൾ കൂടി ഒന്ന് ഓർത്തിരിക്കണം. ആർട്ടിക്കിൾ 358 ആർട്ടിക്കിൾ 359. ഇനി ആർട്ടിക്കിൾ 358 എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഇപ്പം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കട്ടെ. ആ രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ആർട്ടിക്കിൾ 19 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിരിക്കും. ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19A 19B 19C 19D 19E 19F എന്ന് പറയുന്നിട്ടുള്ള ഈ പറയുന്ന 6 ആർട്ടിക്കിൾ എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 19 പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 358 വരുന്നത്. ഇനി ആർട്ടിക്കിൾ 359 എന്ന് പറഞ്ഞാൽ പാർട്ട് 3 വരുന്ന മൗലിക അവകാശങ്ങളിൽ
20ഉം 21 ഒഴികെയുള്ള ബാക്കിയെല്ലാം റദ്ദ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 359. ഒന്നുകൂടെ ഞാൻ പറയാം, ആർട്ടിക്കിൾ 358 വന്നു കഴിഞ്ഞാൽ 358 ഭരണഘടനയുടെ ശുപാർശ, ഈ രാഷ്ട്രപതിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ പറയുന്ന 19 ആർട്ടിക്കിൾ 19 എന്നപ്പെടുന്ന ആറ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്ത് ചെയ്യും, പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതാണ് ഏത് ആർട്ടിക്കിൾ 358 എന്ന് പറയുന്നത്. 359 ആണെങ്കിൽ പാർട്ട് 3 മൗലിക അവകാശങ്ങളിൽ 20ഉം 21 ഒഴികെയുള്ള ബാക്കി എല്ലാ അവകാശങ്ങളും എന്ത് ചെയ്യാണ്, പൂർണ്ണമായിട്ട് റദ്ദ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 359 എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ചോദിക്കേണ്ട കാര്യം. പ്രധാനമായിട്ടും ഇത്തരം ഈ പറയുന്ന എമർജൻസിയുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് PS ചോദിച്ചിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് പ്രീവിയസ് ആണ് അത് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഓർഡർ പഠിച്ച ഭരണഘടന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭരണഘടന കൃത്യമായിട്ട് ആധികാരികമായി പഠിച്ചാലേ നമുക്ക് റാങ്കിൽ കുറച്ചുകൂടെ ഇംഗ്ലീഷും മാത്സും മലയാളം എങ്ങനെയാണോ അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് ഭരണഘടന എന്ന് പറയുന്ന വിഷയം കൂടിയാണ്. അപ്പം കൃത്യമായിട്ട് അച്ചടക്കത്തോടെ പഠനം ആവശ്യമാണ്. അപ്പം ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് ഇത്തരം ക്ലാസ്സിലൂടെ എത്തപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിനെക്കുള്ള അഭിപ്രായം കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു.